പ്രാവശ്യം വൈകിട്ട് എടുക്കുന്ന ഒരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഏട്ടനുണ്ട്, ഏട്ടൻ പോയി കുറേ ചെടി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ചെടിയും മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കൈയോടെ ചെടിച്ചട്ടിയിലാക്കി അതൊന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഒരു കുഞ്ഞൊരു ഗാർഡനാക്കി സെറ്റ് ചെയ്യാണ്. അപ്പം എന്ത് ചെയ്യും, ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഋതുവിന് കരാട്ടയുണ്ട്, മാസ്റ്ററിൻ്റെ കൂടെ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ച് സുന്ദരിപ്പെണ്ണ് പോകുന്നുണ്ട്. അപ്പോൾ അവളൊരു ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേന് വരും കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും മഴയൊക്കെ പെയ്തില്ല, ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് എഴുതിയിട്ട് ഞാൻ ഫ്രഷ് ആവാൻ പോവാണ്. അപ്പം പോയിട്ട് വന്നിട്ട് കുളി കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ നമ്മുടെ കിച്ചണിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം മഴയൊക്കെ അല്ലേ, ഇന്നൊരു ചൂട് പായസം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഈ പായസക്കിറ്റ് മേടിച്ചപ്പോഴേ ഋതു പറഞ്ഞു അമ്മ ഇന്ന് വെക്കണേന്ന്. അപ്പോൾ ശരി, അവൾ വരുമ്പോഴത്തേനും എന്തായാലും ഇത് ചൂടോടെ വെച്ച് വെക്കാമല്ലോ എന്ന് കരുതി കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ സേമിയ പായസത്തിൻ്റെ മറ്റേ കവർ പാക്കറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു 15 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ, പെട്ടെന്ന് റെഡി ആവുമല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ അതെല്ലാം അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിന് ഇനി ഇച്ചിരി ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഋതു കണ്ടിട്ടില്ല ഈ മിൽക്ക് മെയ്ഡ് മേടിച്ചതൊന്നും. എന്നാൽ അപ്പം കൈയോടതി അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഋതുക്കുട്ടനില്ല, അവൾ കരാട്ടയ്ക്ക് പോയിക്കാണ്. 6:30 ആകുമ്പോഴത്തേനേ വരുള്ളൂ. അപ്പോഴത്തേനും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എൻ്റെ റിസൾട്ട് പറയാമെന്ന് വെച്ച്. നല്ല പായസമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് കുഞ്ചപ്പൻ അവിടെ ഉണക്കമുന്തിരി തിന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ അവളെ അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ അവൾ തന്നത് ഞാനെടുത്ത് തിന്നാണ് കേട്ടോ. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. അപ്പം വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.